ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന കേട്ടിട്ടിൻ്റെ കാറ്റഗറി 3യുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വളർച്ചയുടെ തോത് വൈഷമ്യത്തിൽ വളരെ കൂടുതലും കൗമാരഘട്ടത്തിൽ വളർച്ചയുടെ ചാട്ടവും കണ്ടുവരുന്നു. ഈ വസ്തുത ഏത് വികസന തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് വെരി ഹൈ ആൻഡ് ഇൻഫൻസി ആൻഡ് ഷോസ് എ jump at teenage. Which principle of development is related to this fact? Development of continuous, development of directional, development of non-linear or spiral. Development is not a product of heredity of environment. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്തിൽ നോക്കും? ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എന്നായിരിക്കും നോക്കുന്നത്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഇറ്റ്സ് എ ഗ്രോത്ത് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായത്. നമുക്ക് എന്ത് തന്നെ ചൂസ് ചെയ്യാം? ഹെറിഡിറ്റിയും എൻവയോൺമെൻറ്റും എഴുതാം. എന്ന് വെച്ചാൽ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയാണ് നമ്മൾ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് തന്നെ നമുക്ക് എഴുതാം? ഹെറിഡിറ്റി എൻവയോൺമെൻറ്റ് എഴുതാം. പക്ഷേ ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയുടെ വളർച്ചയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതെന്താണ് ആൻസർ? എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് നോൺ ലീനിയർ ബൈ സ്പൈറൽ എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രക്രിയ ആവർത്തനത്തിലൂടെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നു. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൈ റിപ്പീറ്റിംഗ് ദ പ്രോസസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് സ്ട്രെങ്തൻസ്. വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ്? SR ബോണ്ട് റിലേഷൻഷിപ്പാണിത്. എന്താണ്? സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള. അപ്പോൾ ലോ ഓഫ് എക്സസൈസ് ആണ് ഇതിൻ്റെ ആൻസർ. ലോ ഓഫ് റേറ്റ്നെസ് വരില്ല, ലോ ഓഫ് എഫക്റ്റ് വരില്ല, ലോ ഓഫ് ക്ലോഷറും വരില്ല. ലോ ഓഫ് ക്ലോഷർ ഒരിക്കലും വരത്തില്ല. സോ നമ്മൾ ആ ഒരു ആൻസർ കട്ട് ചെയ്തിട്ട് ലോ ഓഫ് എഫക്റ്റ് ആണോ? അല്ല. ലോ ഓഫ് റേറ്റ്നെസ് ആണോ? അതുമല്ല. ലോ ഓഫ് എക്സസൈസ് ആണ്. ഒരു കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അത് ആ ഒരു എന്ത് കാര്യമായാലും ദൃഢമാവത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഹുമുഖ ബുദ്ധി, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹു പ്രപ്പോസ് ദ കോൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഹു ഇസ് ദ ഫാദർ ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ ഹു പ്രപ്പോസ് ദ കോൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസേഴ്സ് എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്? ഹവാർഡ് ഗാർഡനർ, റൈമണ്ട് ക്ലെറ്റൺ, സ്റ്റീൻബർഗ്, ആൽഫ്രഡ് ബിന്നറ്റ്. ആൻസർ എന്താണ്? ഹവാർഡ് ഗാർഡനർ ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലെ ആൻസറിലോട്ട് എത്താൻ വേണ്ടി ഞാനൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. എന്താണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്? ഹു ഇസ് ദ ഫാദർ ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? ആപ്പിൾ എവിടെയാണ് കൂടുതലോ കാണപ്പെടുന്നത്? ഗാർഡൻ, ഹവാർഡ് ഗാർഡനർ എന്ന് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കുക. സോ നമ്മൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് ബ്രെയിനിൽ ഫീൽഡ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കാം. ദ സെക്കൻഡ് വേ ഇൻ സൈക്കോളജി ഈസ് കോൾഡ്. മനഃശാസ്ത്രത്തിലെ രണ്ടാം തരമായി വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ് നോക്കാം. സൈക്കോ അനാലിസിസ്, ഹ്യൂമനിസം, ലേണിംഗ് ആൻഡ് ഗസ്റ്റാൾട്ട്. സോ ഇതിൽ ഗസ്റ്റാൾട്ട് എന്തായാലും വരത്തില്ല. സോ നമുക്ക് ആ ആൻസറിനെ കട്ട് ചെയ്ത് കളയാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ലേണിങ്ങും ഹ്യൂമനിസം, സൈക്കോ അനാലിസിസ്. സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്ലൈഡ് സൈക്കോളജിയും പ്യുവർ സൈക്കോളജിയും വരുന്നുണ്ട്. സോ പ്യുവർ സൈക്കോളജിയിൽ വരുന്നതാണ് എന്ത് പറയുക? ഹ്യൂമനിസം. അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നതാണ് ലേണിംഗ്. സോ ഇതിൽ രണ്ടിലും ഉൾപ്പെടാത്തത് എന്താണ്? സൈക്കോ അനാലിസിസ് ആണ്. സോ ആൻസർ എന്താണ്? ദ സെക്കൻഡ് വേ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് എന്തിനെയാണ്? സൈക്കോ അനാലിസിസിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ലേണിംഗ് ഡിസബിലിറ്റി ദ ലേണിംഗ് ഓഫ് മാത്തമാറ്റിക് ഡിസോർഡർ ഈസ്. പഠന വൈകല്യങ്ങളിൽ ഗണിത പഠന വൈകല്യത്തെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്ഗ്രാപ്സിയ, ഡിസ്കോട്ടിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ. ആദ്യം നമ്മൾ ഇതെല്ലാം നാലും തന്നെ എന്താണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സിലെത്താൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്ഗ്രാഫിയ എന്താണ്? ഇറ്റ്സ് എ ഡിസോർഡർ, ഡെവലപ്മെൻറ്റ് ഡിസോർഡർ ഓഫ് ബ്രെയിൻ ആണ്. ഡിസ്കാറ്റിയ അത് നമുക്ക് ഇതുമായിട്ട് ഒന്നും റിലേറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് ആൻസറിനെ കട്ട് ചെയ്ത് കളയുന്നതേ. ഇറ്റ് ഈസ് എ അബ്നോർമൽ, എന്താ പറയുക, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡിസ്കാൽക്കുലിയ എന്താണ്? പ്രോബ്ലം സോൾവിങ്, മാത്സിൽ ബന്ധപ്പെട്ടാണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു മാത്തമാറ്റിക്സ്. നെക്സ്റ്റ് എന്താണ്? ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് റൈറ്റിങ്ങിനാണ്. ഡിഫിക്കൽട്ട് ടു ഇൻ റൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഡിസ്കാൽക്കുലിയ ആണ്. സോ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി ഇൻ ദ നെയിം ഓഫ് ദ മാത്തമാറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം സോൾവിങ് എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് എന്താണ് ആൻസർ? ഡിസ്കാൽക്കുലിയ ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൊജക്റ്റീവ് ടെസ്റ്റ് ചാംസ് ടു റിവീൽ ഇൻഫോർമേഷൻ അബൌട്ട്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് അളക്കുന്ന താഴെ പറയുന്നതിൽ എന്തിനെയാണ്?
ഓപ്ഷൻസ് നോക്കാം. കരിയർ ആപ്റ്റിറ്റ്യൂഡ്, ഇൻ്റലക്ച്വൽ അറ്റൈൻമെൻറ്റ്, അൺകോൺഷ്യസ്നെസ് പ്രോസസ്, പാരൻറ്റിങ് സ്റ്റൈൽ. ഒരിക്കലും പാരൻറ്റിങ് സ്റ്റൈൽ ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് അവോയ്ഡ് ചെയ്യുന്ന ആൻസേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യണം. കരിയർ ആപ്റ്റിറ്റ്യൂഡ് ഒരിക്കലും വരത്തില്ല. പ്രൊജക്റ്റ് ടെസ്റ്റ് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? ഇൻ്റലക്ച്വൽ അറ്റൈൻമെൻറ്റും അൺകോൺഷ്യസ്നെസ് പ്രോസസ്സും. സോ ഇത് രണ്ട് നമുക്ക് റിലീവിങ് ഇൻഫോർമേഷൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇൻഫോർമേഷൻസ് നമുക്കിങ്ങനെ കളക്ട് ചെയ്യണം. സോ അതെന്താണ്? അൺകോൺഷ്യസ് പ്രോസസ്സാണ്. ഇൻ്റലക്ച്വൽ അറ്റൈൻമെൻറ്റ് വരത്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നല്ലൊരു ക്വസ്റ്റ്യനാണ് അടുത്തതെന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു പിയാൻഷ്, എ ചൈൽഡ് ബിറ്റ്വീൻ 2 to 7 years ഈസ് അണ്ടർഗോയിങ് വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ്? പിയാഷയുടെ അഭിപ്രായത്തിൽ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ താഴെ പറയുന്ന വികസനത്തിൽ ഏത് ഘട്ടത്തിലാണ്? നല്ല ക്വസ്റ്റ്യനാണ് കേട്ടത്. ഫോർമൽ ഓപ്പറേഷണൽ, കോൺസെൻട്രേറ്റ് ഓപ്പറേഷണൽ, സെൻസോമോട്ടർ, പ്രീ ഓപ്പറേഷണൽ. സോ നമുക്കിത് ആ 4 തന്നെ ആദ്യം എന്താണെന്ന് അറിയണം. ഫസ്റ്റ് എന്താണ്? ഫോർമൽ ഓപ്പറേഷൻ. ഫോർമൽ ഓപ്പറേഷൻ ഏജ് ഏതാണ്? 12 to adulthood ആണ്. സോ ഫോർമൽ അഡൾട്ട്ഹുഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയുമ്പോൾ 7 to 11 തിങ്കിങ് ആൻഡ് ലോജിക്കൽ റീസണിങ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക, റോഡിലൂടെ ഒരു പട്ടി ഓടുന്നു, നമ്മൾ അതിനെ കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നമ്മൾ തിരിച്ചത് കടിക്കും എന്നുള്ളത് നമ്മളൊരു ലോജിക്കൽ തിങ്കിങ് ആണ്. ഓക്കെ, സെൻസർ മോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ബർത്ത് ഏജ് ആണ്. 7 വയസ്സ് മുതൽ 9 വയസ്സ് വരെ, അല്ലെങ്കിൽ 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ, 12 മാസം വരെയുള്ള 7 മാസം മുതൽ 12 മാസം മുതൽ വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ സെൻസർ മോട്ടർ എന്ന് പറയുന്നത്. താഴെ കിടക്കുന്നിടത്ത് ചൂ ചെയ്യുക, അല്ലെങ്കിൽ കയ്യേക്കുന്ന കളിപ്പാട്ടം അങ്ങോട്ട് എറിയുക, അതൊക്കെയാണ് അവരുടെ ഒരു കാലഘട്ടം. എന്നാൽ പ്രീ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 2 to 7 years ആണ്. അവർ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ ആണ് പിയാഷയുടെ അഭിപ്രായത്തിൽ എന്തെന്ന് പറയുന്നത്? പ്രീ ഓപ്പറേഷൻ. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ് പ്രീ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഫോർമൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ 12+ ആണ്. 12+ അഡൾട്ട്ഹുഡ്. നെക്സ്റ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയുമ്പോൾ 7 to 11 ആണ്. തിങ്കിങ് ആണ്. ഓക്കെ, സെൻസർ മോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? 7 months to 9 months ഓർ 12 months ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? പ്രീ ഓപ്പറേഷണൽ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Who proposed the ideas such as self-concept, ideal self and real self in connections with the personality? വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ആത്മബോധം, ആദർശവാദം, അഹം, യഥാർത്ഥമായ ദൃഷ്ടത, അഹം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ആര്? Who ideas such as self-concept, self, ideal self and real self. കൺഫ്യൂഷിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കാൾ റാൻസൺ റോഗേഴ്സ്, സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം ഓണ്ട് എറിക്സൺ. സോ സിഗ്മണ്ട് ഫ്രോയിഡ് നോക്കുമ്പോഴാണ് നമുക്ക് എന്താണ്? ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ആണ്. വില്യം ഓണ്ട് ഫാദർ ഓഫ് സൈക്കോളജി. സോ ഇവർ രണ്ടും തന്നെ എന്തില്ല? പേഴ്സണാലിറ്റി, കണക്റ്റിംഗ് വിത്ത് പേഴ്സണാലിറ്റിയുമായിട്ട് റിലേഷൻ ഇല്ല. നെക്സ്റ്റ് എറിക്സണിലോട്ട് പോവുകയാണെങ്കിൽ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പേഴ്സണാലിറ്റിയെ പറ്റി കൂടുതൽ പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? കാൾ റാൻസൺ റോഗേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? Who proposed the ideas such as self-concept, ideal self and real self is connections with the personality. കാൾ റാൻസൺ റോഗേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കോൺസെപ്റ്റ് ഫോർമേഷൻ ടേക്ക് പ്ലേസ് ത്രൂ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. ദിസ് ഓപ്ഷൻ വാസ് പുട്ട് ഫോർവേഡഡ് ബൈ. ഓക്കെ, ത്രൂ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഈ ഒരു ഐഡിയ ഫുഡ് ഫോർവേഡ് ആരാണ് മുന്നോട്ട് വെച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എസ് ബെർണർ ഉണ്ട്, വൈഗോട്ട്ഷി, പിയാൻഷ്, സിഗ്മണ്ട് ഫ്രോയിഡ്. വൈഗോട്ട്ഷിയിലോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്? ചൈൽഡ് ഡെവലപ്മെൻറ്റും സോഷ്യൽ ഇൻട്രാക്ഷൻ. അത് കൂടുതൽ സാമൂഹികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എന്ത് ഡെവലപ്മെൻറ്റും സാമൂഹികമായിട്ട് വളരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്, വൈഗോട്ട്ഷി. പിയാൻഷിലോട്ട് വരികയാണെങ്കിലോ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സെൻസർ മോട്ടർ, പ്രീ ഓപ്പറേഷണൽ, കോൺസെൻട്രേറ്റ്, ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ. നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിനൊക്കെയായിരുന്നു അദ്ദേഹം ഈ ഒരു സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ഹിസ് എ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡാണ്. അദ്ദേഹം സൈക്കോ അനാലിസിസത്തിനും ഹ്യൂമനിസത്തിനും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തു. ഇങ്ങനൊരു ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് സ്റ്റേജ് ഇത് ആരാണ് പ്രൊപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരാണ് ഈ ഒരു തിയറി ഫോർവേഡ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരേ ഒരു വ്യക്തിയുള്ള ആരാണ്? എസ് ബെർണർ. ഓക്കെ, ആ ഒരു ആൻസർ ഒരിക്കലും തെറ്റിക്കരുത്. അല്ലെങ്കിൽ ചിലത് മാത്രം ഇന്നാക്റ്റീവ് സ്റ്റേജ് ഹു ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് മാത്രം ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ എന്ത് തന്നെയാണ്? ബെർണർ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് ഗിവൺ ബിലോ. താഴെ കുറച്ച് വികസനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് കൊടുത്തേക്കുന്നത്, ചുവടെ നൽകിയിരിക്കുന്നത്. സോ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടാണ് ആൻസർ ചെയ്തേണ്ടത്. ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? ക്യാൻ ഫോർമുലേറ്റ് ഹൈപ്പോതെസിസ് ആൻഡ് അനലൈസ് ദം. പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ അപകരിക്കുന്നതിനും കഴിവ്. റാഷണൽ സോൾവ് ആൻഡ് അബ്സ്ട്രാക്ട് പ്രോബ്ലംസ്. അപൂർവമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുക. ഓക്കെ, ഇതിൽ ഏത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റാണ് നമ്മൾ ആൻസർ ചെയ്തേണ്ടത്? ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കാം, സെൻസർ മോട്ടോർ സ്റ്റേജ്. ഇതും നാലും തന്നെ ആരുടെ തന്നെയാണ്? പിയാൻഷിൻ്റെതാണ്. ഓക്കെ, തിയറി ആരുടേതാണ്? പിയാൻഷിൻ്റെ തിയറിയാണ്. സെൻസർ മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺസെൻട്രേറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ 4 ഓപ്ഷൻസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ്? സെൻസർ മോട്ടോർ സ്റ്റേജാണ്. സെൻസർ മോട്ടോർ സ്റ്റേജ് ഏത് ടൈമിലാണ് വരുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇതൊരു ബർത്ത് ഏജാണ്. ഓക്കെ, 7 to 9 months വരെയാണ്. അപ്പോൾ അതല്ല. പ്രീ ഓപ്പറേഷനിലോട്ട് പോവുകയാണെങ്കിലോ 2 to 7 years ആണ്. അപ്പോൾ അതുമല്ല. നെക്സ്റ്റ് വരുന്ന ടാസ്ക് എന്താണ്? കോൺസെൻട്രേറ്റ് ഓപ്പറേഷണൽ സ്റ്റേജും ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജും. ഓക്കെ, കോൺസെൻട്രേറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് നമ്മളൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു വഴിയിൽ പോകുന്നൊരു പട്ടിയെ നമ്മളൊരു കല്ലെടുത്തെറിയുകയാണെങ്കിൽ അത് നമ്മൾ തിരിച്ച് കടിക്കും എന്നുള്ളത് നമ്മളൊരു കോൺസെൻട്രേറ്റ് ഓപ്പറേഷണൽ സ്റ്റേജാണ്. കാര്യം അത് ഒരുപക്ഷെ നമ്മൾ കടിക്കും, ഒരുപക്ഷെ കടിക്കാതിരിക്കാം എന്നുള്ള നമ്മളത് തിങ്ക് ചെയ്ത് ലോജിക്കൽ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടൈം എപ്പോഴാണ്? 7 to 11 ആണ്. എന്നാൽ ഫോർമലിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഒരു കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ ആ പട്ടി തിരിച്ച് ഉറപ്പായിട്ട് എന്നെ കടിക്കും എന്ന് നമുക്ക് ആ ഒരു അറിവ് നമുക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ആ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ഇന്ന പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തും എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. 12+ ആൻഡ് അഡൾട്ട്ഹുഡ് ടൈമാണത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈ വൈഗോഷി. വൈഗോഷി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഉൾപ്പെടാത്തതെന്ത്? വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ്. അപ്പോൾ എന്താണ് വൈഗോഷിയുടെ തിയറി? എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രൊപ്പോസ് ചെയ്ത തിയറി എന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ അറ്റ്ലീസ്റ്റ് തിങ്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ആൻസറിലോട്ട് നമ്മൾക്ക് മാക്സിമം എത്താനായിട്ട് നോക്കുക. ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കുക, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എന്താ പറയുക, ഒരു കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. അപ്പോൾ അതൊരു പക്ഷേ ഐ ക്യാൻ ഡു വിത്ത് ഹെൽപ്പ് എന്ന് നമുക്ക് പറയാം. ഒരു പക്ഷേ എന്നെ അച്ഛൻ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള തിയറിയാണ്. സോഷ്യലുമായിട്ടാണ് അദ്ദേഹം കൂടുതൽ പറഞ്ഞു. സോഷ്യൽസായിട്ട് എന്താ പറയുക, സാമൂഹികമായിട്ട് എന്തും കാര്യം ഇടപെടാനായിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ബിക്കോസ് ഒരു കുട്ടി സൈക്കിൾ ഓടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്കൊരു പക്ഷേ അത് ചവിട്ടി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ സോഷ്യൽ കൾച്ചറൽ ലേണിംഗ്. സോഷ്യലായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്. അങ്ങനെ ഓട്ടിക്കും മോനെ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഓട്ടിക്കുക, അവിടെ പോകുമ്പോൾ ഈ ബ്രേക്ക് പിടിക്കുക, ആ വള വരുമ്പോൾ അങ്ങോട്ട് ഹാൻഡിൽ തിരിക്കുക എന്നൊക്കെ ഒരു സോഷ്യൽ പരമായിട്ടുള്ള മുന്നറിവ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ലേണിംഗ്. അമ്മ ഒരു കാര്യം പറയുന്നു, അത് മനസ്സിലാക്കുന്നു. അച്ഛനൊരു കാര്യം പറയുന്നത് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ചേട്ടനോ അനിയനോ അനിയത്തിയോ ചേച്ചിയോ ആരെങ്കിലും ഒരു കാര്യം പറയുന്നത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നിലും ഇല്ലാത്തത് എന്താണ്? മെറ്റാ കോഗ്നിഷൻ. അദ്ദേഹം പറഞ്ഞിട്ടില്ല ആ ഒരു തിയറിയെ പറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? മെഗാ കോഗ്നിഷനാണ്. അദ്ദേഹം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ കൾച്ചറിനെ പറ്റിയും ഗ്രൂപ്പ് ലേണിംഗ് ഒക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ചൈൽഡ് ഹൂ experience the working of a toy car with the wheels with the try to move other toy having wheels. This is try to understand new situation based on existing knowledge. This proposal is known as. ചക്രത്തിൽ ഓടിക്കുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ഓടിച്ച ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങൾ അതേ രീതിയിൽ ചലിപ്പിക്കുന്നു. അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ പ്രക്രിയയെ ഡാഷ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. അസിമുലേഷൻ, ഇക്വിലിബ്രേഷൻ, ഓർഗനൈസേഷൻ, എമ്പതി. ഒരിക്കലും ഓർഗനൈസേഷൻ എമ്പതിയും വരത്തില്ല. സോ നമുക്കത് രണ്ട് ആൻസർ കട്ട് ചെയ്തിട്ട് അസിമുലേഷൻ, ഇക്വിലിബ്രേഷൻ. പക്ഷേ അസിമുലേഷനാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് നോക്കുകയാണെങ്കിൽ
അസിമുലേഷൻ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് അറിവുണ്ട്, ഒരു ചക്രത്തിൽ ഓട്ടിക്കുന്ന കളിപ്പാട്ട വണ്ടി അത് തള്ളി ശീലമുള്ള കുട്ടി വേറൊരു അതേ രീതിയിലുള്ള കളിപ്പാട്ടം കാണുമ്പോൾ ഇന്ന രീതിയിൽ അത് ചലിക്കും, ഇന്ന രീതിയിൽ അത് മൂവ് ആകും എന്നുള്ളൊരു നോളേജ് ആ കുട്ടിയുടെ ബ്രെയിനിൽ ഓൾറെഡി അത് ഫീഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് എന്ത് പ്രോസസ്സ് എന്ന് പറയാം? ദ കോഗ്നേറ്റീവ് പ്രോസസ് ഓഫ് മേക്കിംഗ് ന്യൂ ഇൻഫോർമേഷനാണ്. ആ കുട്ടി അവിടെ ഒരു ന്യൂ ഇൻഫോർമേഷൻ ആ കുട്ടി കളക്ട് ചെയ്തെടുത്തത്. ദിസ് ഈസ് കോൾഡ് അസിമുലേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓഡ് വൺ ഔട്ട് ഓഫ് ദ ഫോളോയിങ്. ചൂടൻ നൽകിയിരിക്കുന്ന കൂട്ടത്തിൽ പെടാത്തത് എന്താണ് എന്നാണ്. ഓഡ് വൺ ആണ്. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? റോഷ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, തിത്തമെറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്, വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്. അപ്പോൾ എന്താ പറയുക, തിത്തമെറ്റിക് അപ്രോട്ട് ടെസ്റ്റ് നമുക്കറിയാം, TAT ടെസ്റ്റാണ്, നമ്മൾ കേട്ടിട്ട് പോലെ തന്നെ. നെക്സ്റ്റ് വേൾഡ് അസോസിയേഷൻ ടെസ്റ്റ്, അത് നമുക്കറിയാം. നെക്സ്റ്റ് റോഷ് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റും ഉണ്ട്. എന്നാൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്താണത്? ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ചൈൽഡ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയാണത്. ഒരു കുട്ടിയുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നിലും പെടാത്ത എന്താണ് ആൻസർ? ക്യുമുലേറ്റീവ് റെക്കോർഡാണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി? താഴെ കൊടുത്തിട്ട് വെളിവിൽ ഏത് സവിശേഷത പഠന വൈകല്യത്തെയാണ് ഉദാഹരണം? ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഡിസ്അലക്സിയ, ഓട്ടിസം, കണ്ടന്റ് ഡിസോർഡർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഓഫ് സ്പെസിഫിക് ലേണിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്അലക്സിയാണ് അതിൻ്റെ ആൻസർ. നമ്മളിതിൻ്റെ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് നമ്മൾ ഓടിപ്പോയി ഓട്ടിസത്തിൽ ആൻസർ ചെയ്താൽ, പക്ഷേ അതല്ല, ഡിസ്അലക്സിയാണ്. ഡെവലപ്മെൻറ്റ് ഡിഫിക്കൽട്ട് ഇൻ റീഡിങ്, ഡിസ്അലക്സിയ എന്ന് പറയുമ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ മേജർ ക്രിറ്റിസിസം ഓഫ് കോൾബേഴ്സ് തിയറി? ഇപ്പോഴും മെയിൻ ക്രിറ്റിസിസമായിട്ട് കിടക്കുന്ന ഒരു തിയറിയാണ് അദ്ദേഹത്തിൻ്റെത്. നോക്കാം, അതിൽ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ, കോൾബർ ഡിഡ് നോട്ട് ഗീവ് ക്ലിയർ കട്ട് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ഒരു ക്ലിയർ സ്റ്റേജ്, ഒരു മോറൽ ഡെവലപ്മെൻറ്റ്, ഒരു ക്ലിയർ സ്റ്റേജ് അദ്ദേഹം ഇതുവരെ പൂർണ്ണമായിട്ട് നൽകിയിട്ടില്ല. കോൾബർ തിയറി ഹാസ് എ നോൺ എംപെറിക്കൽ ബേസ്. ശാസ്ത്രമായിട്ട് എന്താ പറയുക, ഒരു ബൈസില്ലാത്തൊരു സാധനം, ഒരു ബൈസില്ലാത്തൊരു തിയറിയാണ് അദ്ദേഹത്തിൻ്റെത്. നെക്സ്റ്റ്, കോൾബർ പ്രപ്പോസ് മോറൽ റീസണിങ് ഇൻ ഡെവലപ്മെൻറ്റ്. ഒരുപാട് റീസണിങ്ങും ഒരുപാട് ഡെവലപ്മെൻറ്റും അദ്ദേഹം ഒരു പ്രപ്പോസലിൽ തന്നെ ഒരുപാട് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് തിയറീസ് അദ്ദേഹം വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, കോൾബർ ഡിഡ് നോട്ട് അക്കൗണ്ട് ഫോർ എ കൾച്ചറൽ ഡിഫറൻസ് ഇൻ മോറൽ റീസണിങ് ഓഫ് മെൻ ആൻഡ് വിമൻ. ഇതാണ് ഏറ്റവും മേജർ ക്രിറ്റിസിസമായിട്ട് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു തിയറി. എന്താണ്? ഇറ്റ്സ് എ റെസിപ്രോക്കൽ കോൺസെൻട്രേഷൻ പറയും. ആൻസർ ഇതാണ്, കോൾബർ ഡിഡ് നോട്ട്, ആൻസർ ഡി ആണ്. കോൾബർ ഡിഡ് നോട്ട് അക്കൗണ്ട് ഫോർ കൾച്ചറൽ ഡിഫറൻസ് ഇൻ മോറൽ റീസണിങ് ഓഫ് മെൻ ആൻഡ് വിമൻ. ബിക്കോസ് അത് എന്താ പറയുക, സ്ത്രീകൾക്ക് കൂടുതലും കെയർ ആണ് വേണ്ടതെന്നും പുരുഷന്മാർക്ക് കൂടുതലും ജസ്റ്റിസും റെസ്പെക്റ്റുമാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതൊരു തിയറിയാണ് കൂടുതലും ക്രിറ്റിസിസത്തിലോട്ട് വഴിതിരിക്കുന്നത്. ഇന്നും ഒരുപാട് സയൻറ്റിസ്റ്റുകൾ അതിനെതിരെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരുമുണ്ട്. സ്റ്റിൽ നമുക്കതൊന്നും തന്നെ നമ്മുടെ എന്താ പറയുക ചർച്ചാ വിഷയമല്ല. ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഡി ആണ്. കോൾബർ ഡിഡ് നോട്ട് അക്കൗണ്ട് ഫോർ കൾച്ചറൽ ഡിഫറൻസ് ഇൻ മോറൽ റീസണിങ് ഓഫ് മെൻ ആൻഡ് വിമൻ എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ MMPI യൂസ്ഡ് ടു മെഷർ. MMPI നമുക്ക് എന്താ പറയുക, ആദ്യം ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സിലോട്ട് എത്താൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ. MMPI എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? മെനിസ്റ്റോ മൾട്ടിപ്ലൈസ് പേഴ്സണാലിറ്റി ഇൻവെൻറ്റർ. അതെന്താണ്? ഒരു പേഴ്സണാലിറ്റി സൈക്കോ അനാലിസിസ് ഡിസോർഡറിനെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റാണ് എന്തെന്ന് പറയുന്നത്? MMPI എന്ന് പറയുന്നത്. ദ ബിഗ് 5 ട്രയൽ അല്ല, ലീഡർഷിപ്പ് പൊട്ടൻഷ്യലോ അൺകോൺഷ്യസ് ഡ്രൈവേഴ്സോ അല്ല. ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറിനെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? MMPI എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഗെറ്റ് വറീഡ് അബൌട്ട് ഹിസ് എക്സാംസ് ആൻഡ് സ്റ്റാർട്ടഡ് ടു സ്റ്റഡി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. പരീക്ഷകളെ ഓർത്ത് വിഷമിച്ച ഒരുവൻ പഠനം ആരംഭിക്കുന്നു. ഇത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിന് ഉദാഹരണമാണ്? ലേണിംഗ്, മോട്ടിവേഷണൽ, മെച്ചുറേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. നമ്മൾ ഈ ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഓടിപ്പോൾ എന്ത് ചെയ്തു? മെച്ചുറൈസേഷൻ അല്ലെങ്കിൽ ലേണിംഗ് എന്ന് ചെയ്തു. പക്ഷേ അത് രണ്ടും തന്നെയല്ല. ആ കുട്ടി പഠിക്കണമെന്ന ആഗ്രഹത്തിൽ മോട്ടിവേഷനാണ്, അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു ഉൾവിളിയാണ്, മോട്ടിവേഷനിൽ കൂടെയാണ് അദ്ദേഹം ആ കുട്ടി പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, മോട്ടിവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കുകയാണെങ്കിൽ, ലോക്കിംഗ് എ ഡോർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. വാതിൽ മുട്ടുന്നു, താഴെ പറയുന്നത് ഏതിൻ്റെ ഉദാഹരണമാണ്?
വെർബൽ ചെയിനിങ്, സൈക്കോ ചെയിനിങ്, മോഷൻ ചെയിനിങ്, സൈക്കോ മോട്ടർ ചെയിനിങ്. ലോക്കിങ് വാതിൽ മുട്ടുന്നത് നമ്മൾ ആദ്യം ഓടിപ്പോൾ എന്ത് ചെയ്തു? മോഷൻ ചെയിനിങ്. പക്ഷേ ഒരിക്കലുമല്ല. വെർബൽ ചെയിനിങ്ങോ സൈക്കോ ചെയിനിങ്ങോ അല്ല. സോ ലീവ് ഇറ്റ് ദാറ്റ് ആൻസർ. സോ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ സിയും ഡിയാണ് നമ്മൾ കൺഫ്യൂഷനായിട്ട് നമുക്ക് വരുന്നത്. സോ മോഷൻ ചെയിനിങ് ആൻഡ് സൈക്കോ മോട്ടർ ചെയിനിങ്. എന്താണ് മോഷൻ ചെയിനിങ്? ആണോ നമ്മൾ വാതിൽ മുട്ടുന്നു, പക്ഷേ അതൊരു മോഷനായിട്ട് നമുക്ക് തോന്നാം, മോഷൻ ചെയിനിങ് പോലെ തോന്നാം. പക്ഷേ അല്ല. സൈക്കോ മോട്ടർ ചെയിനിങ് നമ്മളെ മനോചലന മനോചലന വൈകല്യമാണ്. നമ്മളെ മനോചലനത്തിലൂടെയാണ് നമ്മൾക്കത് പ്രവർത്തിക്കുന്നത്. സോ ഇറ്റ്സ് എ സൈക്കോ മോട്ടർ ചെയിനിങ് ആണ്. ഇങ്ങനെ ഒരുപാട് ട്വിസ്റ്റിങ്ങും ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. എ സ്റ്റുഡൻറ്റ് got good score in unit test. Teacher give extension to the student for writing assignment of copying them the lessons to notebook. This is an example of യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ നോട്ട്ബുക്കിൻ്റെ പാഠഭാഗം പകർത്തെഴുതിക്കൊണ്ട് വരാനുള്ള അസൈൻമെൻറ്റിൽ നിന്ന് ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള ഉദാഹരണമാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നാം, ആ കുട്ടിക്ക് പണിഷ്മെൻറ്റ് കൊടുത്തതാണോ, അതോ റിഗാർഡ് കൊടുത്തതാണോ? അല്ല. അല്ലെങ്കിൽ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചതാണോ? ഒരിക്കലും അല്ല. ഇറ്റ്സ് എ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ. ആ കുട്ടിക്ക് നമുക്ക് പ്രോത്സാഹനം കൊടുത്തതോ പണിഷ്മെൻറ്റ് കൊടുത്തതോ അല്ല. ആ കുട്ടിയുടെ student got good score in unit test. Teacher gave extension to the student from writing assignment of copying the lesson to notebook. This is an example of positive reinforcement. Okay, the last of the question എന്താണ്? Which of the following is not a Gestalt law of learning? Gestalt law of learning ഇല്ലാത്ത എന്താണ്? law of similarity, law of proximity, law of closure, law of readiness. നമുക്ക് ഇതിൻ്റെ ആൻസർ ഉറപ്പിച്ച് ചെയ്താൽ എന്താണ്? law of readiness ആണ്. ബിക്കോസ് law of readiness ആരുടെ തിയറിയാണ്? ത്രോണ്ടേക്കിൻ്റെ തിയറിയാണ്. ഗസ്റ്റാൾട്ട് തിയറിയിൽ സിമിലാരിറ്റിയും പ്രോക്സിമിറ്റിയും ക്ലോഷറിനെ പറ്റിയും കോമൺ ഫാക്റ്റിനെ പറ്റിയൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ law of readiness ആരുടെ തിയറിയാണ്? ത്രോണ്ടേക്കിൻ്റെ തിയറിയാണ്. ഓക്കെ. So thanks for watching my video. Please like, share and subscribe my channel. Thank you.